ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് പ്രഭാഷകൻ 2:10. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? സാക്ഷ്യങ്ങളുടെ ചെറുകണികയല്ല, കടൽ പോലെ സാക്ഷ്യങ്ങളുണ്ട്, സംഭവങ്ങളായി, ജീവിതങ്ങളായി നമ്മുടെ മുന്നിൽ. എങ്കിൽ കർത്താവ് ചേർത്ത് പിടിച്ചതിന്റെ, അവിടുന്ന് കൈവിടാത്തതിന്റെ, അവിടുന്ന് കൈപിടിച്ച് ഉയർത്തിയതിന്റെ, എങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിക്കാം. ആ ദൈവത്തിന്റെ ഭക്തരായി അവിടുത്തെ ആശ്രയിക്കാം. അവിടുത്തെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? അവിടുത്തെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അങ്ങനെ ആരുമില്ല. ദൈവം തന്റെ സന്നിധിയിലെത്തുന്ന ആരെയും തള്ളിക്കളയില്ല. മനുഷ്യനും ലോകവും ഒരുപക്ഷേ അവഗണിച്ചേക്കാം, മാറ്റി നിർത്തിയേക്കാം, തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ തന്നെ തേടി വരുന്ന ആരെയും ആ ദൈവം കൈവിടില്ല, ഉപേക്ഷിക്കില്ല, അവഗണിച്ച് കളയില്ല. എങ്കിൽ ആ ദൈവത്തിന്റെ ഭക്തരാകാം, അവിടുത്തെ ആശ്രയിക്കാം, അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കാം. നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.